വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, ഇത് എപ്പോഴും നടക്കുന്നൊരു പരിപാടിയല്ല, നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സൗഭാഗ്യമല്ല ഇങ്ങനെ ഒരു സക്സസ് മീറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പടം ചിലപ്പോൾ സക്സസ് ആയാൽ പോലും ചിലവർ മറന്നോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചോ ചില സെലിബ്രേഷൻസ് ഇങ്ങനത്തെ ഒരു ഷീൽഡ് തരാൻ മറക്കാറുമുണ്ട്. പക്ഷേ ഇത് എന്താ പറയണ്ടേ, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവാർഡ് പോലെയാണ് ഈ ഒരു സക്സസ് സെലിബ്രേഷൻ്റെ ഒരു ഷീൽഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ. എൻ്റെ വീട്ടിൽ ആദ്യത്തെ ഷീൽഡ് എന്ന് പറയുന്നത് വിനോദയാത്ര 135 ദിവസം. അതിപ്പോഴും കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു എന്താ പറയണ്ടേ, ഒരു ധൈര്യമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഹോപ്പാണ്, അല്ലെങ്കിൽ ഒരു എനർജിയാണ്. നമ്മൾ വന്ന വഴിയിലൂടെ ഇങ്ങനത്തെ കുറച്ച് അംഗീകാരങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർ, ഇപ്പോൾ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള HODകൾക്ക് ഉപരി ഇതിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും കിട്ടുന്നൊരു വലിയൊരു അംഗീകാരമാണ് ഈ സിനിമ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഒരു ഷീൽഡ് എന്ന് പറയുന്നത്. അത് തരാൻ കാണിച്ച മനസ്സ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സന്തോഷം. താങ്ക് യു. പിന്നെയും ഒരുപാട് ഇതുപോലെ സക്സസ് മീറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടെന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മളെല്ലാം എൻജോയ് ചെയ്ത ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. നിങ്ങൾ ശരിക്കും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെന്റ് ഏതായിരുന്നു? അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ പല ഇന്റർവ്യൂകളിലും നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇത് എല്ലാ ദിവസവും നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സിനിമ. കാരണം വെച്ചാൽ നമ്മളൊട്ടും എന്താ പറയണ്ട വിഷമിച്ച് വരുന്നൊരു ജോലിയായിട്ടല്ല നമ്മളെല്ലാവരും സിനിമയെ കണക്കാക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് വന്ന് കിട്ടിയ ഒരു ജോലിയാണ്. നമുക്ക് ജോലി എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രൊഫഷനാണ് സിനിമ എന്നുള്ളത്. അത് അത്രത്തോളം പാഷനോട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാ മൊമെന്റും നല്ലതാക്കാനേ നോക്കിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. താങ്ക് യു വെരി മച്ച് ഗണപതി. താങ്ക് യു വെരി മച്ച്. ഗണപതി പറഞ്ഞ പോലെ തന്നെ എല്ലാ പോയിന്റും പറഞ്ഞു. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. കാരണം എളുപ്പമല്ല ഒരു സിനിമ ഇപ്പൊ ഒന്ന് വിജയിച്ച് കിട്ടാന്ന് പറയുന്നത്. അതും അറിഞ്ഞറിഞ്ഞ് നമ്മുടെ തുടക്കത്തിൽ അധികം ആൾക്കാരൊന്നും വന്നിരുന്നില്ല. പിന്നെ ഒരു ദിവസം കയറുമ്പോൾ നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളും കിട്ടി. നമ്മുടെ ഈ കുഞ്ഞു സിനിമ വലിയൊരു സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നാളത്തെ സ്ട്രഗിൾ, ഒരുപാട് നാളത്തെ യാത്രകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എന്തായാലും നവരസയാണെങ്കിലും സ്റ്റോൺ ബെഞ്ചിനാണെങ്കിലും അത്യാവശ്യം പൈസകൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. പിന്നെയും അവർക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. ആ സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും അഭിനയിക്കാൻ പറ്റട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് വിജയശേഖരനും ശ്രീഹരി ബ്രോയാണ് വീട്ടിൽ വന്ന് പറഞ്ഞത്. അപ്പം അന്ന് ഞാനത് ഓക്കെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അത് ചോദിച്ചു മേടിച്ച ക്യാരക്ടറാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വലിയൊരു ക്യാരക്ടർ എനിക്ക് തന്ന വിജയശേഖരന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഇതിലെ ഐക്കോണിക് തുമ്മല് സ്റ്റേജിൽ കാണിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്കൊന്ന്. അയ്യോ, അത് വേണോ? അത് നല്ല രീതിയിൽ സേഫ് ആയിട്ട് നിൽക്കില്ല. നീ വെറുതെ ചുമ്മാ ബോറാക്കണോ? വേണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെയൊരു സിനിമ നിർമ്മിക്കാനായിട്ട് ധൈര്യം കാണിച്ച അല്ലെങ്കിൽ മുന്നോട്ടിറങ്ങിയ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ആദ്യമേ അഭിനന്ദനം പറയുകയാണ്. കാരണം ഞാനൊരു നിർമ്മാതാവ് കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഡയറക്ടറുടെ വിജയമാണ്, ഡയറക്ടറുടെ ടീമിൻ്റെ വിജയമാണ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും തീർച്ചയായിട്ടും ഗണപതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷം. ഞാൻ കൂടുതൽ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. കാര്യം വേറെ ഒന്നുമില്ല, നമ്മുടെ ഒരു റിസ്ക് ഫാക്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബിസിനസ്സിൽ സേഫ് ആവും എന്നോർത്തിട്ടാണ്. സോ ഇപ്പോൾ കാലങ്ങൾ മാറി കണ്ടന്റിൽ ആണ് കൂടുതൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല സിനിമകൾ, പ്രകമ്പനം പോലെയുള്ള സിനിമകൾ ഇനിയും വരട്ടെ. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാവട്ടെ. ഇതാദ്യം എൻ്റെ ബിജുമോന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇരുന്ന ഒരു ടൈറ്റിലാണ് പ്രകമ്പനം. അത് കഴിഞ്ഞിട്ടാണ് വേറെ ടൈറ്റിലേക്ക് പോയത്. താങ്ക് യു. എനിക്കെന്താ പറയുന്നത്
അറിയില്ല. ഞാൻ അല്ല, ഇവരൊക്കെ പറയണായിട്ട് ഞാൻ ഇങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കാം. എന്തായാലും ഞാൻ ഈ സക്സസ് മീറ്റ് ഞാൻ കുറേ കാലമായിട്ട് ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കാം, പ്ലീസ് വെക്കി എന്നുള്ള. കാരണം എല്ലാവരും ഇതുപോലെ ഓരോ നല്ല സക്സസ് ആയിട്ടുള്ള ഫിലിം ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ എനിക്കും അങ്ങനെ ആഘോഷിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഫൈനലി താങ്ക് യു ശ്രീജിത്ത് ഏട്ടാ, സുധീഷ് ഏട്ടാ, എല്ലാവർക്കും താങ്ക് യു മീറ്റ് വെച്ചതിനും ഈ സിനിമയിൽ എൻ്റെ ഭാഗമാക്കിയതിലും. വിജിഷേട്ടാ താങ്ക് യു സോ മച്ച് എന്നെ കാസ്റ്റ് ചെയ്തതിൽ. അതുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സന്തോഷമുണ്ട് ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ. ഞാൻ കുറേ കാലമായിട്ട് സിനിമയുടെ പുറകിലാണ്. ആദ്യമായിട്ട് ഇപ്പോഴെങ്കിലും ഒരു നല്ലൊരു മൊമെന്റ് വീട്ടിലോട്ട് വയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ. സന്തോഷം, എൻ്റെ വായിൽ വെള്ളം പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ്, നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ, ഇങ്ങനൊരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ആദ്യം നന്ദി സുധീഷ് ചേട്ടൻ, നവരസ് സാർ, ശ്രീചേട്ടൻ, കാർത്തിക് സാർ, എല്ലാവരോടും നന്ദി. പിന്നെ എന്താ, എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തും എൻ്റെ സുഹൃത്തായ വിജേഷ് ഒരുമിച്ച് ഞാൻ ആദ്യം വർക്ക് ചെയ്ത സിനിമയിൽ വർക്ക് ചെയ്തത് തുടങ്ങിയ ആളാണ്. അതിൽ ചെറിയൊരു ആർട്ടിസ്റ്റായിട്ട് വന്ന ആളാണ്. ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു സക്സസ് മീറ്റിൻ്റെ കാരണക്കാരനായിട്ട് ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ അത് കാണാൻ കൂടി ഉള്ള സന്തോഷം, എന്താ അതിൻ്റെ സന്തോഷം കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരോടും നന്ദി. ഈ വേഷം എന്നെ ഏൽപ്പിച്ചതിനും ഭയങ്കര താങ്ക് യു. അതൊരു ക്രൂഷ്യൽ സമയത്തുള്ളൊരു ക്യാരക്ടറായിരുന്നു. എന്തായാലും ഇത് പ്ലേ ചെയ്യാൻ കഴിഞ്ഞാലും ഭയങ്കര സന്തോഷമുണ്ട്. റഷ്യൻ ഭാഷയിൽ പറയണമെന്നുണ്ട്. ഞാൻ എൻ്റെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, എൻ്റെ പാർട്ട്ണർ. അയാൾ ഇന്നില്ലാത്തതുകൊണ്ട് ചെറിയ ക്ലൈമാക്സ് ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. അത് ആദ്യം കേട്ടപ്പോ എന്താ ശരിക്കും തോന്നി? അങ്ങനെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സംഭവങ്ങളൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കേട്ടതാണ്. എൻജോയ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. എനിക്ക് എന്താ ഒന്നും ആലോചിക്കണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ആൾക്കാർ. അപ്പോൾ കുറേ തോന്നിയവാസം ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിൻ്റെ. പക്ഷെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ഞാൻ അത് കൊണ്ട് നടക്കുന്നുണ്ട് എന്തായാലും. പക്ഷേ നമ്മുടെ പൊട്ടക്കത്തെ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി തന്നെ പറയാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. സത്യസന്ധമായി പറഞ്ഞാൽ 2002 സിനിമ വന്നാണ്. ആ കാലഘട്ടത്തിൽ ധാരാളം പുതുമുഖങ്ങളുടെ സിനിമ ഇറങ്ങിക്കൊണ്ടിരുന്ന സമയമാണ്. നമ്മളെന്ന് പറയുന്നത് ഒരു കൂട്ട് പുതുമുഖങ്ങൾ വന്ന സിനിമ. ധാരാളം പുതുമുഖങ്ങൾ 2000-ങ്ങളിൽ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്ററിൽ തെളിഞ്ഞിരിക്കുന്ന തലയുമായിട്ടൊക്കെ വന്ന് ഒരു ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നായകൻ നിരയിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് ഒരു അഡ്രസ്സ് ഭയങ്കര നിർബന്ധമായിരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ആരുടെയെങ്കിലും മക്കളോ അല്ലെങ്കിൽ സിനിമയിൽ തന്നെയുള്ള ആരുടെയെങ്കിലും ഒക്കെ നമ്മൾ നെപ്പോ കിഡ്സ് എന്ന് പറയും. പക്ഷെ അത് അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. അത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷെ സിനിമ ഇന്ന് ഈ രീതിയിലേക്ക് വളരെയധികം മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു അഡ്രസ്സും ഇല്ലാത്ത സാഗർ സൂര്യ നായകനാവുന്നു, അമീൻ നായകനാവുന്നു, ഗണപതി നായകനാവുന്നു. ആ സിനിമയുടെ മെറിറ്റിൽ ഇത്രയും വലിയൊരു വിജയമായി മാറുന്നു. അതിൻ്റെ ആഘോഷം നടക്കുന്നു. ഈ മാറ്റം വളരെ സന്തോഷത്തോടെ ഞാൻ ഉൾക്കൊള്ളുകയാണ്. പ്രേക്ഷകരെ അഭിനന്ദിക്കുകയാണ് സിനിമ വിജയത്തിൽ എത്തിച്ചതിന്. പ്രകമ്പനം ടീമിന് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, സന്തോഷത്തോടെ പറയുന്നു, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. നമസ്കാരം. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിനിമകൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അഭിനയിച്ച സിനിമ സക്സസ് ആവുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. ഇപ്പം ആ ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഭാഗ്യം കൊണ്ടു തന്ന പടത്തിൻ്റെ സംവിധായകനും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ആദ്യം നന്ദി പറയുന്നു. പിന്നെ ദിനിൽ ശശി എന്ന് പറയുന്നൊരു ക്യാരക്ടർ എനിക്ക് എൻ്റെ റിയൽ ലൈഫായിട്ട് ഒരു സാമ്യമില്ലാത്ത ക്യാരക്ടറാണ്. എന്നാലും നന്നായി ചെയ്യാൻ സാധിച്ചതിൽ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആദ്യമായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ചില ആരോഗ്യ പ്രശ്നം കൊണ്ടാണ്.
ഞാൻ ഈ സിനിമയിൽ വന്നത് തന്നെ കോമഡിയാണ്. പിന്നെ വിജയ് ഷേറിനോട് നന്ദി, നവരസിനോട്, സ്റ്റോൺ ബെഞ്ചിനോട്, പിന്നെ എന്നെ പോലെ വലിയ കലാകാരനെ കൂടെ നിർത്തിയ വലിയ വലിയ ആർട്ടിസ്റ്റുകളോട് നന്ദി പറയുന്നു. എൻ്റെ ആദ്യ സിനിമയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് പ്രശാന്ത് ഏട്ടനും ഷിൻസേട്ടനും. എൻ്റെ വലിയൊരു വിജയമായി ഈ സിനിമയുടെ ഭാഗമായാലും അവരുണ്ടായിരുന്നു, പ്രേക്ഷേട്ടൻ. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രകമ്പനത്തിൻ്റെ പേര് തന്നെ ബാലൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ വിളിച്ച ഗണപതിക്ക് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല. ഇനിയുള്ള സിനിമകളിലും ഭാഗമാകാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഇവിടെ സന്നിധിതരായിരിക്കുന്ന എല്ലാ കലാഹൃദയങ്ങൾക്കും സ്നേഹവന്ദനം. ലോകമെമ്പാടും പ്രകമ്പനം കൊള്ളിച്ച ഈ പ്രകമ്പനം എന്ന സിനിമയിലെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷമാണ്. ജയ് സാറിനും ഇതിൻ്റെ ടീംസിനും പ്രൊഡ്യൂസേഴ്സിനും ഈ പ്രകമ്പനത്തിലെ എല്ലാ അംഗങ്ങൾക്കും. പ്രൊഡ്യൂസേഴ്സിന് പറഞ്ഞില്ലെങ്കിൽ സിനിമ നടക്കത്തില്ല. ഓക്കെ, എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി. ഞാൻ കൂടെ സ്റ്റാർട്ട് കാണാം.